വൈകി ഒന്നതിന് ക്ഷണിക്കുക. സൈക്കോപാത്തുകളെ കുറിച്ച് വാസ്തവത്തിൽ ഇപ്പം സംസാരിച്ചപ്പോഴാണ് ആരാണ് സൈക്കോപാത്ത് എന്നുള്ളത് പറഞ്ഞത്. അതിനു മുമ്പ് അത് പറയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്ത പലരും സൈക്കോപാത്ത് എന്താണെന്ന് പറയാതെ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടോ അത് പുറത്തേക്ക് വന്നില്ല. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ സൈക്കോപാത്തിൻ്റെ ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ TRITS ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് അറിയുന്നത്. അതായത് അനുതാപം എന്നൊരു വികാരമില്ല, പശ്ചാത്താപം എന്നൊരു വികാരമില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഈ സൈക്കോപാത്ത്. അവർക്ക് കൊല്ലുക, തിന്നുക എന്നൊരു മനസ്സാണ് അവർക്കുള്ളത്. ഏതാണ്ട് ഒരു തരം കാനിബൽ അല്ലെങ്കിൽ കാനിബലിസം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിലുടനീളം. അറിഞ്ഞും അറിയാതെയും അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കാനിബലിസം അല്ലെങ്കിൽ കാനിബലിസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തന്നെ തിന്നുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ രക്തം ഊറ്റി കുടിക്കുക. ഇതൊക്കെ ഒരു സൈക്കോപാത്തിൻ്റെ ഒരു ഇതാണ്. നല്ല നോവലുകളുണ്ട് സൈക്കോപാത്തിനെ കുറിച്ച്. ഞാൻ പണ്ട് കുട്ടിയായിരുന്നു വായിച്ചൊരു നോവൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു ഐസ് പീക്കുമായിട്ട് ഒരാൾ നടന്നു പോവുക, അവസാനം എത്ര പേരെയാണ് കൊല്ലുന്നത്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതെന്താണ്, അത് എത്രത്തോളം ഗൗരവമുള്ളൊരു കാര്യമാണ്. പിന്നീടാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാ കാലത്തും ഏത് നാച്ചുറൽ പ്രോസസ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫാഷിസ്റ്റുകളെല്ലാം തന്നെ സൈക്കോപാത്തുകളായി. എല്ലാ ഫാഷിസ്റ്റുകളും, നിങ്ങൾ ഹിറ്റ്ലറിനെ എടുത്താലും മുസോളിനി എടുത്താലും എവിടെ എടുത്താലും ഇവിടെ ഉള്ള ഒരാൾ ഉൾപ്പെടെ, ഈ കേരളത്തിൽ ഇരിക്കുന്ന ഒരാൾ ഉൾപ്പെടെ. കാരണം അനുതാപം എന്നുള്ളത് അവരുടെ മുഖം നോക്കിയ മുഖഭാവത്തിൽ നിന്നോ അവരുടെ പ്രവൃത്തികളിൽ നിന്നോ അവരുടെ വാക്കുകളിൽ നിന്നോ നമുക്ക് എടുക്കാൻ കഴിയില്ല, ഇന്ത്യ ഭരിക്കുന്ന ആളായാൽ പോലും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഇപ്പം മറ്റൊരു രാഷ്ട്രത്തിനെതിരായിട്ട് അവിടെ കയറി ചെന്നിട്ട് പറയുകയാണ്, ഞാനൊരു റെജീം ചേഞ്ചിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്, ഭരണമാറ്റം. ഇയാൾക്ക് ആരെയും ഇത് കൊടുത്തിരിക്കുന്ന മറ്റൊരു രാജ്യത്ത് എന്നിട്ട് അവിടുത്തെ ഭരണമാറ്റം നടത്താനായിട്ട് അദ്ദേഹമല്ല, ലോകത്തിൻ്റെ പോലീസുകാരനാണ്. അപ്പൊ ഈ സൈക്കോപാത്തുകൾക്കെല്ലാം ഒരു ക്വാളിറ്റിയാണത്. അതനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അവിടെ ഇറാനിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണ്. ഇവിടെ സംസാരിച്ചത് തന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട് അല്ലെങ്കിൽ ദുഃഖമുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങളെന്ന് പറയുന്നവര് നമ്മളിൽ നിന്ന് അന്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. എല്ലാ നിരീശ്വരവാദികളും യുക്തിവാദികളാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സാവർക്കർ ഒരു യുക്തിവാദിയാണ്, അദ്ദേഹം യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കാൻ നേരത്ത് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗം തന്നെയാണ്. അവര് അന്യരായിട്ട് എന്തിനാ നമ്മുടെ സംഭാഷണങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നത്. എപ്പോഴും നമ്മൾ സംസാരിക്കാൻ നേരത്ത് മുസ്ലിംസിനെ നമ്മൾ വേറിട്ട് എന്തോ ഒരു സാധനം അല്ലെങ്കിൽ എന്തോ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതിന് കാണേണ്ട കാര്യമില്ല. ഇറാനിലെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇറാനിലെ പ്രശ്നം അവിടെ ഉള്ളവർ തീർത്തോളും. ആമിനിയെ പോലെയുള്ളവർ എന്തുമാത്രം ത്യാഗം സഹിച്ചെന്ന് എനിക്കറിയാം. അവസാനം ആ കുട്ടിക്ക് സംഭവിച്ചതൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാം വായിച്ചു. എത്രയും പേരാണ് കൊല്ലപ്പെട്ടത്. കാരണം ബുർഖയല്ല, ഹിജാബ്. എല്ലാവരും തെറ്റിദ്ധരും. ഹിജാബ് ഇടുന്ന രീതിയിലുള്ള അതിനെ ചൊല്ലി ആ നാട്ടിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായതും അതിന്നും സോൾവ് ചെയ്തിട്ടില്ല. എന്നും മറ്റ് ഇറാൻ, അഫ്ഗാനിസ്ഥാനെ പോലെ ഒരു പ്രാകൃത രാഷ്ട്രമൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങളിൽ അവർ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് പറയുന്ന യുദ്ധം ഇത്രയും കഴിഞ്ഞിട്ടും തീരാൻ പോകുന്നില്ല. അവർക്ക് അവരുടെ കരുത്ത് കാണിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇറാൻ ഏതൊക്കെ ഫീൽഡിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ടെഹ്റാൻ യൂണിവേഴ്സിറ്റി പോലുണ്ട്.
അവിടെ എൻ്റെ ഒരു അധ്യാപകൻ്റെ മകൾ അവിടെ ഉണ്ട്. മകളുടെ ഹസ്ബൻഡ് ഒരു ഇറാനിയനാണ്, അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പല കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അവരെത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഒരു വശം മാത്രമേ ഉള്ളൂ, അതിനപ്പുറം നമ്മൾ കാണും. ഈ സൈക്കോപാത്ത്, ഞാൻ ഈ വിഷയത്തിൽ മാത്രം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിനപ്പുറം ഒന്നും ഞാൻ പോകുന്നില്ല. സൈക്കോപാത്തുകളെന്ന് പറയാൻ നേരത്തെ ആ സൈക്കോപാത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇസ്രയേലുള്ളതായാലും US സൈക്കോപാത്തായാലും 175 കുട്ടികളെയാണ് ഒറ്റയടിക്ക് കൊന്നുകൊണ്ട് ആധിപത്യം അല്ലെങ്കിൽ തൻ്റെ കരുത്ത് കാണിക്കുന്നത്. എന്നിട്ട് നിരന്തരം കള്ളം പറയുക. സൈക്കോപാത്തിൻ്റെ ലക്ഷണം, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ലക്ഷണം അത് തന്നെ, അമിത്ഷായുടെ അത് കള്ളം പറയുക. നാക്കെടുത്താൽ 24 മണിക്കൂറും കള്ളം പറയും. അപ്പം അങ്ങനെ കള്ളം പറയുന്ന ഒരാൾ 165 കുട്ടികളെ കൊന്നു കഴിഞ്ഞിട്ട് കള്ളം പറഞ്ഞു. അവസാനം അമേരിക്കയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങൾ തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. നമുക്ക് പറ്റിയതാണ്, നമ്മളാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങേർക്ക് അല്പമെങ്കിലും തലയിൽ എന്തെങ്കിലും വന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഈ സൈക്കോപാത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിന് മുതിർന്നത്? അതിൻ്റെ ഉത്തരം ഒന്നേ ഉണ്ട്, എപ്സ്റ്റീൻ ഫയൽസാണ്. നമ്മൾ വേറെ എങ്ങും പോകുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയൽസാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയതും. ഇറാന്റെ കയ്യിൽ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഖമേനിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് നമ്മൾ കാണാതെ ആ സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ ആ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് ഖമേനി പറയുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വീഡിയോ ഉണ്ട്. പല കാര്യങ്ങൾക്കും നമുക്ക് ഇങ്ങനെയാണ് ഒരു പ്രശ്നം. ഇപ്പം പലസ്തീനിൽ നടന്നത്, ഞാൻ അതിനെ ഇസ്രയേലിന്ന് വിളിക്കില്ല, പലസ്തീനാണ്. ഗാന്ധി പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട് എങ്ങനെയാണ് ഇംഗ്ലീഷുകാർക്ക്, അതുപോലെയാണ് പലസ്തീൻ അറബികൾക്ക് എന്ന് ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് ആ പലസ്തീനിൽ നടന്ന എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്? ആ ഒരു മനുഷ്യൻ നെതന്യാഹു എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കാൻ നേരം നമ്മൾക്കത് മനസ്സിലാവും. ഇവരുടെയൊക്കെ മനസ്സ് പ്രവർത്തിക്കും. അപ്പോൾ ആ എപ്സ്റ്റീൻ ഫയല്, ആ എപ്സ്റ്റീൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അതൊരു ശൃംഖലയെ, ആ ശൃംഖലയിൽ പെട്ടതാണ് മോഡി ഉൾപ്പെടെ, ഹർദീപ് പുരി ഉൾപ്പെടെ. നമ്മുടെ മന്ത്രി പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ഇന്ത്യയുടെ UN. ഒരു ക്ലിപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം. എപ്സ്റ്റീൻ ഫയൽസ് എല്ലാവർക്കും ഒന്ന് കാണാം. ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഭാകരൻ ഉണ്ടായിരുന്ന സമയത്ത്, LTTയിലെ പ്രഭാകരൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫോട്ടോയിൽ ഹർദീപ് പുരിയും പ്രഭാകരനും മൊസാദിന്റെ ഏജന്റും. ഇപ്പൊ ഓരോന്നായിട്ട് എല്ലാം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു ഓപ്പറേറ്റീവ് എന്ന് പറയുന്ന ഈ എപ്സ്റ്റീൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അദ്ദേഹത്തെ ട്രെയിൻ ചെയ്തേക്ക് മൊസാദ് തന്നെ, മൊസാദിന്റെ പെയ്ഡ് സ്റ്റാഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അവിടെ നടന്നത് എന്താ? നിങ്ങൾ അവിടെയാണ് സൈക്കോപാത്തിന്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കിയത്. അവിടെ കുറെ റിച്വൽസ് നടന്ന്. എന്ത് റിച്വൽസ്? കൊച്ചു കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ, വെളുത്ത തൊലിയുള്ള പെൺകുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ട് വന്നിട്ട് ഈ ലോക നേതാക്കന്മാർക്ക് കാഴ്ചവെക്കുക. അവസാനം അവരെ വെട്ടിക്കൊല്ലുക, അവരുടെ രക്തം കുടിക്കുക, ആനന്ദിക്കുക. ഇതിലെ നേതാക്കന്മാരുടെ പേരുകൾ വന്ന് പുറത്തേക്ക്. ബിൽ ക്ലിന്റൺ ഉണ്ട്, മോഡിയുണ്ട്, ഹർദീപ് പുരിയുണ്ട്. അപ്പോഴൊക്കെ നമുക്കൊരു സംശയം, മോദി അങ്ങനെ ചെയ്യൂ എന്നുള്ളതല്ല. ഒരാൾ കൺവിക്റ്റഡ് ആണെന്ന് അറിഞ്ഞതിന് ശേഷവും, അയാളൊരു പീഡോഫിലാണെന്ന് അറിഞ്ഞതിന് ശേഷവും അവിടെ കയറി ചെല്ലുന്ന എന്തിനു വേണ്ടിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ജെഫ്രി എപ്സ്റ്റീൻ മോഡിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹർദീപ് പുരി ജെഫ്രി എപ്സ്റ്റീൻ്റെ അവിടെ ഒരിക്കൽ പോയെന്നാണ് ആദ്യം പറഞ്ഞത്, പിന്നെ നിഷേധിച്ചു, പിന്നെ 4 തവണ 7 തവണ. എന്തിനാണ് പോയത്? അനിൽ അംബാനി എന്ത് കൊടുക്കാനാണ് അവിടെ പോയത് എനിക്കറിയില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയാണ്, എനിക്ക് സുന്ദരിയായ ഒരു സ്വീഡിഷ് പെണ്ണിനെയാണ് ആവശ്യം, കൊച്ചു പെണ്ണ്. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഈ ഒരൊറ്റ കാരണമാണ് അതിന് റിഫ്ലക്റ്റ് ചെയ്യ അറ്റൻഷൻ ട്രംപിനെ സംബന്ധിച്ച്. കാരണം മെലോണിയും അതിലുണ്ട്, ഭാര്യ.
ഇത് നടക്കുന്ന സമയത്താണ് UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നത്. ഓർക്കണം, എവിടെ? ഈ ഇറാനിലെ 165 കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞപ്പം, സ്കൂൾ കുട്ടികളെ, UNSCയുടെ ഒരു മീറ്റിങ്ങിന് ആ മീറ്റിംഗ് ചെയർ ചെയ്തത് മെലനിയാണ്, ട്രംപിന്റെ ഭാര്യ. അതിന്റെ വിഷയം എന്താണ്? കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? എങ്ങനെയുണ്ട് ആ മീറ്റിംഗ്? ഞാൻ അത് മുഴുവൻ കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്നു. അവിടെ വന്ന മറ്റ് ഡെലിഗേറ്റ്സ്, അതെല്ലാം ഉണ്ട് വീഡിയോ, മറ്റ് ഡെലിഗേറ്റ്സ് അത് ചോദ്യം ചെയ്തു. മെലനിയെ ആദ്യം അവര് അനുമോദിച്ച് ഈ ഒരു അവസരം കിട്ടിയത്. കാരണം അങ്ങനെ ചില അവസരങ്ങൾ കൊടുക്കും ഇങ്ങനെയുള്ള ചില മോഡലുകൾക്ക്. അനുമോദിച്ചിട്ടാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ അതിനൊന്നും ഉത്തരവില്ല. ആ സമയത്താണ് അത് ബോംബിട്ടത്, അത് നശിപ്പില്ല 165 കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, സൈക്കോപാത്തിന്റെ മനസ്സ് പ്രവർത്തിക്കുന്ന ഈ രീതിയിലാണ്. കാനിബലിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അത് പുതിനാണോ നെതന്യാഹു ആണോ എന്നൊന്നും ചോദിച്ച ഡിഗ്രി എന്നോട് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സംഘാടകൻ എന്തോ ദുരുദ്ദേശത്തോടു കൂടിയൊരു മാനസിക രോഗ പ്രശ്നമാണ് ഇവിടെ വിഷയമായി അവതരിപ്പിച്ചത് എന്ന് ഞാൻ സംശയിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഭാരതത്തിൽ ചർച്ച ചെയ്യാനുണ്ടായിരിക്കെ സൈക്കോപാത്ത് എന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ, അതും ഭരണാധികാരികളുടെ കൂട്ടത്തിലെ സൈക്കോപാത്തുകൾ, നമുക്കിവിടെ 2 പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ ഈ സൈക്കോപാത്തായി എങ്ങനെ മാറുന്നുവെന്നത് മനഃശാസ്ത്രം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒന്ന് അബ്യൂസാണ്. നമ്മുടെ വളർച്ചയിൽ നമ്മൾ ആരായിത്തീരും എന്നത് തീരുമാനിക്കപ്പെടുന്നത് 6 വയസ്സിനുള്ളിലാണ്. ഈ 6 വയസ്സ് വരെയുള്ള നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞു മനസ്സിനെ ബാധിക്കുന്നത് അവഗണനയാണ്. അവഗണിക്കപ്പെട്ട കുഞ്ഞ് പിന്നെ അവൻ്റെ ഒരു അറ്റൻഷൻ കിട്ടുവാൻ വേണ്ടി എന്തും ചെയ്യും. ആർക്കാണ് ശ്രദ്ധ കിട്ടുന്നത് എന്നതാണ് അവൻ്റെ അടുത്ത ചോദ്യം. ആ ശ്രദ്ധ പിടിക്കുവാൻ എന്തും ചെയ്യും. അതൊരു വശം. മറ്റൊരു വശം, നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കപ്പുറം മനുഷ്യന് വയറ് നിറഞ്ഞാൽ പിന്നെ ഉണരുന്ന 2 ആവശ്യങ്ങളുണ്ട്. ഒന്ന് കാമവും, ഒന്ന് ഭരിക്കുവാനുള്ള മോഹവും. വയറ് നിറഞ്ഞു പോയാൽ പിന്നെ അയൽപക്കം ഭരിച്ചില്ലെങ്കിൽ കിടന്നിറങ്ങാനൊക്കാത്ത ഒരുപാട് പേര് നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആബ്സല്യൂട്ടായിട്ടുള്ള പവർ കൈവശം വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ്റെ മനസ്സിൽ ഈ ഭരണത്തിനുള്ള ത്വര എത്ര വലുതായിരിക്കും എന്ന് നമ്മൾ നോക്കുക. അത് സ്വാഭാവികമായും മനുഷ്യൻ്റെ കൂടെ ഉണ്ട്. അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ലെങ്കിലും ഇത് നമുക്ക് കാണാവുന്നതാണ്. അധികാരമില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത ഒത്തിരി പേർ നമ്മുടെ ഇടയിലുമുണ്ട്. എന്തെങ്കിലുമൊക്കെ അധികാരമുണ്ട്. ഒന്നുമില്ലെങ്കിലും 10 ക്ലബിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ 10 സമിതിയുടെ സെക്രട്ടറിയോ ആയി പേര് വരണമെന്ന് നിർബന്ധമുള്ളൊരു സമൂഹം. അത് എക്സ്പ്രസ് ചെയ്യുന്നത് നേരത്തെ അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു ചൈൽഡ്ഹുഡിൻ്റെ പ്രകടനമാണ്. അവിടെ അവൻ അവഗണിക്കപ്പെട്ടുവെങ്കിൽ ജീവിതത്തിൽ അവഗണിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടുന്നത് എന്ത് എന്ന അന്വേഷണത്തിൽ അധികാരമാണ് അതിന് ഏറ്റവും അത്യാവശ്യമായത് എന്ന ഒരു തെറ്റിദ്ധാരണ വരും. തെറ്റായാലും ശരിയായാലും ജനാധിപത്യം മൊത്തം ജനാധിപത്യം എന്ന് നമുക്ക് പറയാനാവില്ലെങ്കിലും അതുപോലുള്ള സമ്പ്രദായങ്ങൾക്കകത്ത് ഇവർ നല്ല മാനിപ്പുലേറ്റേഴ്സായി മാറും. ഇവരവരെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ കൊണ്ടിരുത്തുക, എവിടെയും ഫോട്ടോപ്പടം എടുക്കുന്നവരടുത്ത് എൻ്റെ മുഖമുണ്ടെന്ന് ഉറപ്പുവരുത്തുക, എന്നും പേപ്പറിൽ എൻ്റെ പേര് വന്നു എന്ന് ഉറപ്പുവരുത്തുക, ഇത്തരം പ്രക്രിയകളിലേക്ക് പോകും. ഇതിൻ്റെ എല്ലാം ഇത്തരം ശക്തികൾ അവർ മാനിപ്പുലേറ്റേഴ്സ് ആയിരിക്കുന്നത് പോലെ തന്നെ മറ്റു ചില നിക്ഷിപ്ത താല്പര്യക്കാരാൽ ഈ രോഗമുള്ളവരും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് നമ്മളെ കാണുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ അധികാരിയായി. പക്ഷെ ഞാൻ സംശയിക്കുന്നത് വെറും മൊസാദിൻ്റെ കയ്യിൽ ഒരു 3ാം കിട രാഷ്ട്രീയ നേതാവ് മാത്രമാണ് ഇവൻ എന്ന് സംശയിക്കുന്നത്. എനിക്ക് ബഹുമാനമൊന്നുമില്ല എന്ന് സംശയിക്കുവാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. കാരണം ഈ യുദ്ധത്തിൻ്റെ ഡിസൈൻ ഈസ് ആക്ച്വലി ബൈ ഇസ്രയേൽ ആക്ച്വലി ബൈ മൊസാദ്. ആ സംവിധാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് പറ്റിയൊരു ചെറിയ തെറ്റ് പറ്റി. ഈ ഇത്രയും കാലത്തെ സാങ്ഷനുകൾക്ക് ശേഷം 40 കൊല്ലത്തെ സാങ്ഷനുകൾക്ക് ശേഷം ഈ പറയുന്ന ഇറാന് തിരിച്ചടിക്കാനാവില്ല എന്ന ഒരു മൂഢവിശ്വാസം അതിനകത്തുണ്ട്. ആ വിശ്വാസത്തിലാണ് അവർ ആക്രമിച്ചത്. പക്ഷേ ഇപ്പോൾ
ചന്തിക്ക് തീ പിടിച്ച ഒരവസ്ഥയിലാണ് ഇസ്രയേൽ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുപാട് അവിടെ സെൻസർഷിപ്പ് ഉണ്ട്. ആ വിവരം പുറത്തു കൊടുക്കുന്നവനെ അകത്തിടും എന്ന ഭീഷണിയുണ്ട്. ഇതെല്ലാം മിക്കപ്പോഴും അതിനിടയിൽ കൂടെ നമുക്ക് വരുന്നതാണ്. ഇസ്രയേലിന് ജനസംഖ്യാ വയസ്സ് പോലെ അവർ ചെറുതാണ്. ഇറാനുമായി മൽപ്പിടുത്തത്തിന് ശേഷിയില്ല. സാങ്കേതിക വിദ്യ അവർ അഡ്വാൻസ്ഡ് ആയിരിക്കാം, പക്ഷേ അതിന് വലിയ തോതിലുള്ള മുതൽ മുടക്ക് ആവശ്യമുണ്ട്. എത്ര കാലം ഇങ്ങനെ മുതൽ മുടക്കാനാകും എന്നതൊരു വിഷയമാണ്. അപ്പോൾ ഇന്ന് ലോകക്രമത്തിനകത്ത് നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമമാണ്. എന്തിനു അയ്യത് പറഞ്ഞത് കഴിയുമ്പോഴത്തേക്ക് ലോകക്രമം വീണ്ടും വ്യത്യസ്തമാകും എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ലോകക്രമത്തിനകത്ത് ഇനി ലോക നേതാവായി ആര് വരും എന്നതൊരു വിഷയമാണ്. അമേരിക്കയിലെ ബുദ്ധിജീവികൾ ഇപ്പോൾ പറയുന്നുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ തുടക്കമാണ് ഈ കാണുന്നത് എന്ന്. നമുക്കറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യം സൂര്യൻ അസ്തമിക്കാത്ത ഒന്നായിരുന്നു. ഈ ഭൂഗോളത്തിൽ നിന്ന് മുഴുവനും ചൂഷണം ചെയ്തെടുത്ത എന്ന് നമ്മൾ പറയുന്ന സമ്പത്ത് അങ്ങോട്ടേക്ക് ഒഴുകിയപ്പോൾ അവർ കാണിച്ച ദാർഷ്ട്യവും അവർ കാണിച്ച ധാരാളിത്തവും ഇന്ന് അവരെ പട്ടിണിയിലെത്തിക്കുന്നു എന്ന് സംശയിക്കേണ്ട കാരണങ്ങളുണ്ട്. പാർട്ട് ടൈം വർക്ക് പോലും ഇപ്പോൾ വിദ്യാർത്ഥികളായി പോകുന്നവർക്ക് കിട്ടുന്നില്ല, വിസ നീട്ടിക്കൊടുക്കുന്നില്ല, തൊഴിലവസരങ്ങളില്ല, ആ രീതിയിലേക്ക് പോകുന്നു. അതേ അവസ്ഥയിലേക്ക് അമേരിക്കയും തിരിച്ചു പോകുന്നു. പിന്നെ ഈ ഒരു ലോകക്രമത്തിൽ ഒരേ സമയത്ത് ഒന്നിലധികം രാഷ്ട്രത്തലവന്മാരായി ഇതേ സൈക്കോപാത്തുകൾ വരുന്നത് ഒരു ക്രമം നിലനിൽക്കുന്നതിന് നല്ലതല്ല. പക്ഷേ എന്ത് ചെയ്യാനൊക്കെ മാർഗം ഒഴിവാക്കാനാവും. അപ്പുറത്തെ നോർത്ത് കൊറിയയിൽ ഒരാളിരിപ്പുണ്ട്, ഇവിടെ റഷ്യയിൽ മറ്റൊരുത്തിരിപ്പുണ്ട്, ഇന്ത്യയിലൊരു മറ്റൊരു കഥാപാത്രമുണ്ട്. ഇവരെല്ലാവരും ശ്രമിക്കുന്നത് എന്താണ്? ഞാൻ എന്തോ സംതിങ് ആണെന്ന്, ലോകഗുരുവാണെന്ന്, ഞാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂര്യൻ ഉദിക്കില്ല എന്ന്, അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ അവർ അവതരിപ്പിക്കുന്നുണ്ട്. അവർക്കൊന്നും എമ്പതി എന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ കഴിയില്ല. എമ്പതി ഒരു പേഴ്സണൽ റൈറ്റ് ആണ്, പക്ഷേ എന്നാലും അനുകമ്പയില്ലാത്ത, ഒന്നിനോട് ഒരു മമതയില്ലാത്ത, വെറും സ്വന്തം സാമ്രാജ്യം വെട്ടിപ്പിടിക്കലിന് പറ്റുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ഈ 6 വയസ്സ് വരെയുള്ള അനുഭവത്തിൽ നിന്ന് പരുവപ്പെട്ട ഒരു മനസ്സുമായി വരുന്ന ഒത്തിരി പേരെ നമ്മൾ കാണുന്നു. ഇത് എല്ലാ കാലത്തിൻ്റെയും സ്വഭാവമായിരിക്കണമെന്നില്ല. നാളെ തിരിച്ച് ഇടയ്ക്ക് വിപരീതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയാണ് നമ്മൾ മുമ്പോട്ട്